കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നു. രാജ്കുമാർ, കൊല്ലത്തും എസ്.എഫ്.ഐയും ഡിവൈഎഫ്ഐയും വളരെ സജീവമായി തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, സ്കൂളുകളുടെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു. ഒപ്പം തന്നെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം അവർക്ക് ബാഗും പുസ്തകങ്ങളും ബുക്കും ഒക്കെ എത്തിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. അതേസമയം തന്നെ കേരളത്തിലെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന KSU ഇവിടെ നെയ്യാർ ഡാമിൽ വളരെ മനോഹരമായ നൃത്തവും അതുപോലെ തന്നെ അങ്ങനെയുള്ള തമ്മിൽ തല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. രാജ്കുമാർ, ഇങ്ങനെയൊരു നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സമൂഹത്തിന് മുമ്പിൽ ഒരു വാസ്തവമുണ്ട്. എപ്പോഴും ഒരു സമരം നടക്കുമ്പോഴും എല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതിഷേധം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ KSU ആണെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരുന്നതിനും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ അവർ മിടുക്കരാണ്. പക്ഷെ അതേസമയം ആ സമയത്ത് സമരം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതിന് പോകാതെ അതുപോലെ ഈ പൊതിച്ചോറ് വിതരണം ഇപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്നത് കൊല്ലം ടൗൺ UP സ്കൂൾ, കൊല്ലം നഗരത്തിലുള്ള ഒരു ടൗൺ UP സ്കൂളാണ്, സർക്കാർ സ്കൂളാണ്. അവിടെ DYFIയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്, ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വ്യാപകമായി ഇതുപോലെ സർക്കാർ സ്കൂളുകളും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു ഈ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് തുടരുന്നുണ്ട്, കൊല്ലം ജില്ല മുഴുവനുമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിനോടൊരു കടപ്പാട് യുവതലമുറ എന്ന നിലയിൽ, യൂത്ത് എന്ന നിലയിൽ, യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിൽ DYFIയും SFIയും ഒക്കെ ഇത് വെച്ച് പുലർത്തുമ്പോഴാണ് ഷമ്മി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ആ മദ്യലഹരിയിലുള്ള ആ ഒരു DJ പാർട്ടിയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് KSUവും യൂത്ത് കോൺഗ്രസും സമൂഹത്തോട് ഒരു കടപ്പാടും യാതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല രാജ്കുമാർ, ഈ ചെയ്യുന്നവരോട് തികഞ്ഞ പുച്ഛം കൂടിയാണ്. പൊതിച്ചോറ് വിതരണം ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നവരോട് തികഞ്ഞ പുച്ഛമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്. സ്വാഭാവികമാണല്ലോ, അവർക്ക് കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെയൊക്കെ കുറച്ച് കാണിക്കുക, ഇതൊക്കെ നിസ്സാരമെന്ന് പറയുക. പണ്ട് ഗവൺമെൻറ് ഒരു കിറ്റ് കൊടുത്തപ്പോൾ, എല്ലാവർക്കും കോവിഡ് സമയത്ത് കിറ്റ് കൊടുത്തപ്പോൾ ശർക്കര മോശമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവരാണ് കോൺഗ്രസ്. ഒന്നും ചെയ്യുകയുമില്ല, ചെയ്യാൻ ആരെയും ഒട്ടും അനുവദിക്കുകയുമില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം. ഇപ്പോൾ നമ്മളോടൊപ്പം പവിത്രയുണ്ട്. പവിത്ര, ഇതൊരു രാഷ്ട്രീയമല്ല ഇത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ പബ്ലിസിറ്റിയുടെ ആവശ്യവുമില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ സേവനങ്ങൾ അത് എത്രമാത്രം ജനങ്ങളിൽ എത്തുന്നുണ്ട്, ജനങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. പൊതിച്ചോറ് വിതരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ സ്കൂൾ ശുചീകരണം നടക്കുന്നുണ്ട്. എന്താ പവിത്രയ്ക്ക് പറയാനുള്ളത്? നമുക്ക് ഇപ്പോൾ കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു ഭാഗത്ത് ഒരു വിദ്യാർത്ഥി സംഘടന ലഹരിക്കടമപ്പെട്ടുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന തമ്മിത്തല്ലുകളും, അതിന് ഉപരി ഇപ്പം SFI ആവട്ടെ DYFI ആവട്ടെ, അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂൾ പ്രവേശനോത്സവം നടക്കുകയാണ്. അതൊരു ആഘോഷമാക്കി ജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ DYFIയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പുസ്തക വിതരണങ്ങൾ നടക്കുന്നു, പഠനോത്സവങ്ങൾ നടത്തുന്നു. ഇതാണ് ജനങ്ങളോട് നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും നമ്മുടെ മുന്നിൽ പൊതിച്ചോറുമായി നമ്മൾ എത്തുമ്പോൾ വരുന്ന ജനങ്ങൾ അത് സ്വീകരിക്കുന്നതും അത് കാത്തിരിക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും എല്ലാം എല്ലാ ദിവസവും കാണുന്നവരാണ് DYFIക്കാർ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അറിയാം, കാലാവസ്ഥ വല്ലാത്ത പ്രതികൂല സാഹചര്യത്തിലാണ്. ആ സമയത്ത് നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളിലാണെങ്കിലും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ ഓടിയെത്താനുമെല്ലാം DYFIയുടെ യൂത്ത് ബ്രിഗേഡിന് സാധ്യമാവുന്നുണ്ട്. കൊല്ലത്തും അതുപോലെ തന്നെ നമ്മൾ ഓരോ മേഖലകളിലും എത്തിച്ചേർന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങളെല്ലാം കുട്ടികളെ വരവേൽക്കാനായിട്ടുള്ള ഒരുക്കത്തിനായി DYFI ഒപ്പം തന്നെയാണുള്ളത്. ഈ പൊതിച്ചോറ് വാങ്ങാനായിട്ട് ഓരോ വീടുകളിൽ പോകുമല്ലോ, പോകുമ്പോൾ അവിടുത്തെ അമ്മമാരെന്ത് പറഞ്ഞിട്ടാണ് ഇത് തരുന്നത്? അനുഭവം എന്താ? വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കാണുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഇവിടെ തെന്മല ഭാഗത്ത് ഒക്കെ വല്ലാത്ത കാലാവസ്ഥ പ്രതികൂലമായി വന്നപ്പോൾ അവർക്കിവിടെ എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് തന്നെയാണ് DYFI കൊല്ലം കമ്മിറ്റി നമുക്ക് പൊതിച്ചോറുകൾ സംഘടിപ്പിക്കാൻ 300 പൊതിച്ചോറുകൾ സ്നേഹത്തോടെയാണ് അമ്മമാർ ഒരു രാത്രിയിൽ ഒരു ഫോൺ കോളിലൂടെ തന്നെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരിലാണ് നമുക്ക് പൊതിച്ചോറ് ലഭ്യമായത്. അതൊക്കെ കാണുമ്പോൾ അവരെ കാത്തിരിക്കുകയാണ്. സാധാരണ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന പോലെയൊന്നുമല്ല അവർ പറയുന്നത്. അവർ അമ്മമാർ നിങ്ങളിനി എന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് കാത്തിരിപ്പോടു കൂടിയാണ് പൊതിച്ചോറിനെ കാണുന്നത്.